ഹലോ. അപ്പോൾ നമ്മൾ കൾച്ചറിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടായിരുന്നത്. കൾച്ചറിൻ്റെ 3 ആസ്പെക്റ്റ് ഇല്ലെങ്കിൽ ഡയമെൻഷൻ നമുക്ക് പറയാം. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഗ്നിറ്റീവ്, നോമേറ്റീവ്, മെറ്റീരിയൽ. കോഗ്നിറ്റീവ് ആസ്പെക്റ്റ് ഓഫ് കൾച്ചർ, നോമേറ്റീവ് ആസ്പെക്റ്റ് ഓഫ് കൾച്ചർ ആൻഡ് മെറ്റീരിയൽ ആസ്പെക്റ്റ് ഓഫ് കൾച്ചർ. ഈ 3 ഡയമെൻഷൻസ് എക്സാമിന് ചോദിക്കാം. ഇല്ലെങ്കിൽ കൾച്ചർ എന്നുള്ള വരികയാണെങ്കിൽ ഇതും കൂടി എഴുതാം. ഓക്കെ. സോ ഫസ്റ്റ് വൺ കോഗ്നിറ്റീവ് ആസ്പെക്ട് ഓഫ് കൾച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം. അപ്പോൾ കോഗ്നിറ്റീവ് എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ വെച്ചാൽ നോയിങ്, പെർസീവിങ്, കൺസീവിങ് ആൻഡ് ആക്ട്. അതായത് നിങ്ങളൊരു കാഴ്ച കാണുന്നു, അത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു, അതിനെയാണ് കോഗ്നിറ്റീവ് ആസ്പെക്ട് എന്ന് പറയാം. അതായത് നിങ്ങൾ ആരും പറയാതെ തന്നെ മനസ്സിലാക്കി എടുക്കുന്നതിനെയാണ് കോഗ്നിറ്റീവ് ആസ്പെക്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ആള് കൊട കയ്യിൽ പിടിച്ചിട്ടുള്ളത് കാണുന്നു. സോ നിങ്ങൾ മനസ്സിലാക്കുന്നു, ഓ മഴ വരാനോ ഇല്ലെങ്കിൽ കൂടിയ വെയിലുള്ളത് കാരണമായിരിക്കാം അയാൾ കൊട എടുത്തിട്ടുണ്ടാവുക എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു സെൽഫോൺ റിങ് ആവുന്നു. സോ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുകയാണ്, ഓക്കെ ഇത് സെൽഫോൺ ആരോ ഉപയോഗിക്കുന്നുണ്ട്, മാത്രമല്ല എന്താണ് അവർക്ക് അത്യാവശ്യമായിട്ട് ആരോ വിളിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. അതേപോലെ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ ആ ചിത്രം എന്തിനെ സൂചിപ്പിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ദീസ് ആർ ദി കോഗ്നിറ്റീവ് ആസ്പെക്ട് ഓഫ് കൾച്ചർ. ഒരാളുടെ സംസ്കാരം മനസ്സിലാക്കാൻ നമ്മൾ പറയാതെ തന്നെ മനസ്സിലാക്കുന്നു, നോ ചെയ്യുന്നു, മീൻസ് അറിയുന്നു, പെർസീവ് ചെയ്യുന്നു, സ്വീകരിക്കുന്നു. ഓക്കെ. ഒരാൾ ഉച്ചയാവുമ്പോഴത്തേക്ക് എന്താണ് ഉച്ചയാകുമ്പോൾ സ്കൂളിൽ ബെല്ലടിക്കുന്നു. ഓക്കെ, ഫുഡ് കഴിക്കാനുള്ളതാണ് ഇല്ലെങ്കിൽ ഇൻ്റർവെല്ലാണ് എന്ന് കാണിക്കാനുള്ളൊരു സിമ്പിളാണ് ആ മണി മുഴക്കം. ഓക്കെ, ഇതാണ് ഉദ്ദേശിക്കുന്നത്. സോ പണ്ടൊക്കെ ഇതെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് പല രീതിയിലുള്ള ബുക്സുകൾ ഒക്കെ എഴുതിയിട്ടാണ് ഈ കാര്യങ്ങൾ സ്റ്റോർ ചെയ്തിരുന്നത്. പണ്ടത്തെ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ മൗത്ത് ടു മൗത്ത് ട്രാൻസ്ഫർ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. The legends and stories narrated by illiterate people are treasured in their memories and passed on to the others by word of mouth. അതായത് ഒരാളുടെ കൾച്ചർ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തെക്കുറിച്ച് പണ്ടുള്ള മുത്തശ്ശി കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. സോ ഇതിന് ഒരു റെക്കോർഡ്സും ഉണ്ടാവില്ല. പക്ഷെ നല്ല കഥകൾ വാമൊഴിയായിട്ട് പകർന്നാണ് എല്ലാവർക്കും കിട്ടിയിരുന്നത്. സോ ഇന്ന് അങ്ങനെയല്ല. പണ്ടത്തെ ആൾക്കാർ ഒരുപാട് ശേഖരിച്ചു വെച്ചിരുന്നു, മെമ്മറൈസ് ചെയ്ത് വെച്ചിരുന്നു. ഇന്നൊക്കെ ഒരുപാട് ബുക്കുകളൊക്കെയാണ് ഉള്ളത്. ഔട്ട് ഓഫ് 3000 ലാംഗ്വേജസ് ഓൺലി അബൌട്ട് 78 ഹാവ് എ ലിറ്ററേച്ചർ ഓഫ് ദെയർ ഓൺ. അതായത് നമ്മുടെ ലോകത്ത് ഒരുപാട് ഭാഷകളുണ്ട് അല്ലേ. സോ അതിൽ എത്ര ഭാഷകളിൽ ഇങ്ങനെയുള്ള കവിതാ രചനകൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 3000 എടുത്തു കഴിഞ്ഞാൽ അതിൽ 78 ഭാഷകൾക്ക് മാത്രമേ അവരുടേതായ ഒരു ലിറ്ററേച്ചർ സംസ്കാരം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. Listeners to an audio program are more receptive and involved and readers of the same written words. അതായത് കേൾക്കുന്നതാണ് എഴുതുന്നതിനേക്കാളും നല്ലത്. നമ്മൾ കേട്ട് പഠിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലതെന്നാണ് അവിടെ പറയുന്നത്. In modern society like our literacy, it is privilege of few. The sociology tries to find out the ways of means by literacy can be taken to the unfortunate people who had never gone to school. Today, rarely on written audio visual records, but Indian classical music students are made to remember what they had to learn from their gurus. Here emphasize on keeping the memory rather than the writing it down. അപ്പോൾ പണ്ടുള്ള ആൾക്കാരിങ്ങനെ വായു വഴി പറഞ്ഞാണ് പഠിച്ചിരുന്നതെന്ന് പറയുമ്പോൾ ക്ലാസിക്കൽ മ്യൂസിക്, ഇന്ത്യയിലുള്ള ക്ലാസിക്കൽ മ്യൂസിക്കുകൾ ഇന്നും പറഞ്ഞു കൊടുത്താണ് പഠിക്കുന്നത് അല്ലേ. അതിന് ഒരു റെക്കോർഡ്സും തന്നെ ഇല്ല. നമുക്കൊരു രാഗത്തിന് ഒരു റെക്കോർഡും ഇല്ല. അത് പറഞ്ഞു കൊടുക്കുന്ന ആ കഴിവിലാണ് അവർ പഠിക്കുന്നത്. സോ നമ്മൾ കണ്ണും കാതും ഉപയോഗിച്ച് അറിയുന്നത് മാത്രമാണ് ഈ കോഗ്നിറ്റീവ് ആസ്പെക്റ്റിൽ പറയുന്നത്. അടുത്ത നോമേറ്റീവ് ആസ്പെക്ട്. നോമേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂൾസ് ആണ്. ഓക്കെ, റൂൾസ് ഒന്ന് ആലോചിച്ച് വെച്ച് നോക്കുക. ഫോക്ക് വേസ്, മോസ്, customs, conventions and laws constitute the normative aspect of a culture. These values guide the social behavior of individuals in different circumstances. Custom makes us follow social norms. As the result of socialization, we are expected to follow social norms. അതായത് സമൂഹത്തിൻ്റെതായ ഒരു റൂളുണ്ട്, സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട് അല്ലേ. അതായത്
നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ ചെരുപ്പൂരി വെക്കണം. ഇത് നമ്മളോട് ആരും പറയുന്നില്ല, പക്ഷെ ദർ ഇസ് എ റൂൾ അല്ലേ? സൊസൈറ്റീൻ്റെ ഒരു റൂളുണ്ട്. അതുപോലെ നിങ്ങൾ പള്ളിയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ കൈയും മുഖവും കഴുകി ചെരുപ്പൂരി വേണം നമസ്കരിക്കാൻ എന്ന് പറയുന്നു. സോ ദർ ഇസ് എ റൂൾ അല്ലേ? നമ്മൾ ആരും പറഞ്ഞ് പഠിപ്പിച്ചതല്ല, പക്ഷെ അങ്ങനൊരു സംഭവം നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകണം, അതുപോലെ രാവിലെ എണീറ്റ് പല്ല് തേക്കണം. ഇതൊക്കെ നമ്മൾ സമൂഹത്തിലുള്ള എന്താണ് റൂൾസ് ആണ്. അതുപോലെ തന്നെ സ്ത്രീകൾ ഒരു എന്താണ് പ്രായം എത്തിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് എന്താണ് വീട്ടിൽ തന്നെ ഇരിക്കണം, പുറത്തു പോകാൻ പാടില്ല എന്നൊക്കെ എന്താണ് സ്ത്രീകളെ രാത്രി പുറത്തു വിടാത്തത്. ഇതൊക്കെ എന്താണ് നമ്മുടെ സമൂഹത്തിന്റെ പറയാതെ പറയുന്ന കുറച്ച് റൂൾസ് ആണ്. സോ ദീസ് ആർ ദി നോർമേറ്റീവ് ആസ്പെക്ട് ഓഫ് കൾച്ചർ. ഓക്കെ, സമൂഹത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള റൂൾസുകൾ സെറ്റ് ചെയ്യുന്നു. നോംസ് ഇംപ്ലിസിറ്റ് ദ റൂൾസ്, ലോസ് ആർ എക്സ്പ്ലിറ്റ് റൂൾസ്. ഓക്കെ, നോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്ലിസിറ്റ് റൂൾസ് എന്നും ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലിറ്റ് റൂൾസ് എന്നും നമുക്ക് പറയാം. When we try to understand the norms of the another culture, certain things are understood or implied. So the gratitude for an act of favor to us, we shouldn't immediately give gift to benefactor. This would lead to misunderstanding of their intention. Our gift may taken as an attempt to pay back the obligation or debt. It may constructed as unfriendly gesture. അതായത് നമ്മളൊരു ഒരാളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മളൊരു സമ്മാനം കൊടുക്കുന്നു. അത് ആ ഒരു രീതിയിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ എന്താണ് അതൊരു കടമായിട്ട്, അത് തിരിച്ചു കിട്ടേണ്ട വസ്തുവായിട്ട് അവർ തിങ്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. അതുപോലെ ഗവൺമെന്റ് മേക്സ് ലോസ് ഫോർ ദി പീപ്പിൾ ടു ഒബേ. അതുപോലെ ഇങ്ങനെ സമൂഹത്തിൽ പറയാതെ പറയുന്ന റൂൾസും ഉണ്ട്, അതുപോലെ പറയുന്ന റൂൾസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഗവൺമെന്റ് ഉണ്ടാക്കുന്ന റൂൾസ് ഓക്കെ, ദേ ആർ എക്സ്പ്ലിസിറ്റ് എന്നാണെന്നാണ് അതിനെ പറയുന്നത്. നമ്മളത് എന്തായാലും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ നിയമം അനുസരിക്കാത്തവരെ, ലോ ബ്രേക്കേഴ്സിന് എന്ത് ചെയ്യാം, പണിഷ് ചെയ്യാൻ വരെയുള്ള നിയമങ്ങൾ രാജ്യത്തുണ്ട്. ഓക്കെ, if they fail to obey, they are not breaking a law, they do not follow the norms. But when our children steal something valuable, they break the universal law of private property and the action the authorities may punish them. അപ്പോൾ കുട്ടികളൊരു തെറ്റ് കഴിഞ്ഞാലും ആര് ചെയ്താലും അത് ലോന്റെ അടിസ്ഥാനത്തിൽ തെറ്റ് തന്നെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, ദ നോംസ് വേരി ഫ്രം ദ പ്ലേസ് ടു പ്ലേസ്, സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്. അറ്റ് ടൈംസ് ഡോമിനന്റ് സെക്ഷൻസ് ഓഫ് പീപ്പിൾ ഇൻ ദ സൊസൈറ്റി അപ്ലൈ സർട്ടൻ നോംസ് ഫോർ അതേഴ്സ്. അതായത് ഈ നോർമേറ്റീവ് റൂൾ, സമൂഹത്തിൽ കുറേ റൂൾസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, പറയുന്നതും പറയാത്തതുമായിട്ടുള്ള, അതെല്ലാ സമയത്തും ഒരേപോലെ ആവണമെന്നില്ല. അത് ഒരു സമൂഹത്തിൽ നിന്നും വ്യത്യസ്തമായിരിക്കാം മറ്റൊരു സമൂഹത്തിൽ. ഒരു സ്റ്റേറ്റിന്റെ പോലെ ആയിരിക്കില്ല മറ്റൊരു സ്റ്റേറ്റിൽ, ഒരു രാജ്യത്തെ പോലെ ആയിരിക്കില്ല മറ്റൊരു രാജ്യത്തുണ്ടാവാം. ഓക്കെ, നമുക്ക് നമ്മുടെ നാട്ടിൽ പൊതുസ്ഥലത്തിൽ എന്താണ് ഹഗ് ചെയ്യുക അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കുക എന്നുള്ളത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. സെയിം ടൈം അതൊരു ഫോറിൻ കൾച്ചറിൽ അതൊരു നല്ല കാര്യമായിട്ടാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ നമസ്തേ പറയുമ്പോൾ അവർ ഷേക്ക് ഹാൻഡ് ചെയ്യുന്നു. സോ ദീസ് ആർ ദി റൂൾസ് അല്ലേ? സമൂഹത്തിൽ ഇല്ലാത്തൊരു റൂൾസാണ്, നമുക്ക് എന്താണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളതല്ല, പക്ഷെ ദീസ് റൂൾസ് ആർ ദെയർ അല്ലേ? സോ അത് ഓരോ സമൂഹത്തിനും ഓരോ വ്യക്തിക്കും അനുസരിച്ച് മാറാം. അതുപോലെ കുറച്ചും കൂടി സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്നവർ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് റൂൾസ് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ദീസ് ആർ നോംസ് ആർ ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ പീപ്പിൾ. ചിലപ്പോൾ ഈ റൂൾസ് തന്നെ, ഇങ്ങനെയുള്ള റൂൾസ് തന്നെ സമൂഹത്തിലൊരു ഡിസ്ക്രിമിനേറ്റീവ് രീതിയിലും കൂടി നടക്കുന്നുണ്ടാവാം. ഫോർ എക്സാമ്പിൾ എന്താണ് ഇവിടെ പറയുന്ന എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ദളിത് എന്ന് പറഞ്ഞാൽ എന്താണ്, സമൂഹത്തിൽ ഏറ്റവും താഴ്ന്ന ഇതിലാണെന്ന് കരുതപ്പെടുന്ന ജനവിഭാഗം. അവരെന്ത് ചെയ്യുന്നു, പൊതു കിണറിൽ നിന്ന് വെള്ളം എടുക്കാൻ അനുവദിക്കുന്നില്ല. അവര് എന്താണ് സമൂഹത്തിൽ പൊതുവഴി യൂസ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതെന്താണ് വളരെ ഇംപ്യൂറാണ്, ഒരു ശരിയായ രീതിയല്ല. എല്ലാവരും ഈക്വലാണ്, പക്ഷെ ദർ ആർ സം റൂൾസ് അല്ലേ? സമൂഹത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാർ വേറെ തന്നെ നിൽക്കണം എന്നുള്ളത് ഒരു റൂൾസ് ആണ്. ഓക്കെ, അതുപോലെ ഈവൻ ടുഡേ ദ വുമൺ ആർ നോട്ട് ഏബിൾ ടു മൂവ് അറൗണ്ട് ഫ്രീലി വിത്തൗട്ട് ഫിയർ ആൻഡ് മിസ്ബിഹേവിയർ. ഒരു സമൂഹത്തിൽ സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ അവർക്ക് ഇപ്പോഴും സ്വാതന്ത്ര്യമായിട്ട് ഒരു മിസ്ബിഹേവിയറും ഇല്ലാണ്ട് പുറത്തു പോകാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അടുത്തത് മെറ്റീരിയൽ ആസ്പെക്ട് ഓഫ് കൾച്ചർ. Tools and technologies, machines and equipment, buildings and means of transport constitute
The material aspect of culture, mobile phones, cars, two-wheelers, ATMs are examples. അപ്പോൾ ഇങ്ങനെയുള്ള എക്സാമ്പിളുകൾ മൊബൈൽ ഫോൺ, കാർ, ATMs ഇതൊക്കെ എന്താണ് മനുഷ്യൻ്റെ ജീവിതമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്ന വസ്തുക്കളാണ് അല്ലേ. സോ നമുക്ക് ഫോണില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല, ഉടുപ്പില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല, ഭക്ഷണം എന്താണ് പല പ്ലേറ്റ്സ് ഇല്ലാണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. സോ ദീസ് ആർ ദി മെറ്റീരിയൽസ് അല്ലേ, നമ്മുടെ കൾച്ചറിനോട് ചേർന്നിരിക്കുന്ന വസ്തുക്കളാണ്. ഇവ ഇല്ലാണ്ട് നമ്മുടെ കൾച്ചർ ഫുള്ളാവില്ല നൗ ഡേയ്സ്. ഓക്കെ, ഇപ്പോൾ ഒരു ATM ഇല്ലെങ്കിൽ നമുക്കിന്നൊരു ATM ഇല്ലാത്ത ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. സോ ഇറ്റ് ബിക്കം പാർട്ട് ഓഫ് അവർ കൾച്ചർ, നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് മൊബൈൽ ഫോൺസിൻ്റെ കാര്യവും, അതുപോലെ മിക്സി, അടുക്കളയിലുള്ള മിക്സി ഇല്ലാണ്ട് നമുക്കിന്ന് അരക്കുന്നത് കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. സോ എന്താണ് മെറ്റീരിയൽസിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുപോലെ വാഹനങ്ങൾക്ക് അല്ലെ, ബസ്സോ കാറോ സ്കൂട്ടറോ ഇല്ലാണ്ട് ഇന്ന് നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഓക്കെ, ദീസ് ആർ ദി മെറ്റീരിയൽസ്. അടുത്ത നമുക്ക് ഇതിനെ ഷോർട്ടായിട്ട്, അപ്പോൾ ടോട്ടൽ ഈ ഒരു കംപ്ലീറ്റ് കോഗ്നിറ്റീവും നോമേറ്റീവും മെറ്റീരിയൽ ദീസ് ആസ്പെക്ട്സിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് മെറ്റീരിയൽ, ഒന്ന് നോൺ മെറ്റീരിയൽ. മെറ്റീരിയൽ ഡയമെൻഷൻ ഓഫ് കൾച്ചർ, നോൺ മെറ്റീരിയൽ കൾച്ചർ ഓഫ് ഡയമെൻഷൻ ഓഫ് കൾച്ചർ. അപ്പം മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ദീസ് ആർ യൂസ് ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ ആൻഡ് ക്വാളിറ്റി ഓഫ് ലൈഫ്. ജീവിതത്തിൻ്റെ എന്താണ് കുറച്ചും കൂടി നല്ലതാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ്. ദ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് കൾച്ചർ വി നീഡ് ജോയിൻറ്റ് ഫങ്ഷനിങ് ഓഫ് മെറ്റീരിയൽ ആൻഡ് നോൺ മെറ്റീരിയൽ ആസ്പെക്ട്സ്. അതായത് ഈ മെറ്റീരിയൽ ആസ്പെക്ട് നമുക്ക് വേണം, സെയിം ടൈം എന്താണ് കോഗ്നിറ്റീവും നോമേറ്റീവും നമുക്ക് വേണം. എന്നാലേ ഒരു പ്രോപ്പർ കൾച്ചറായിട്ട് അത് മുന്നോട്ട് പോവുള്ളൂ, ഇല്ലെങ്കിൽ അത് ഫങ്ഷൻ ചെയ്യുള്ളൂ, പ്രവർത്തിക്കുകയുള്ളൂ. At the times we notice rapid changes in material aspects, the non-material aspects lagging behind. This lead to cultural lag, wherein the non-material aspects are incapable of keeping pace with the fast changes in material aspects. അതായത് മെറ്റീരിയൽ ആസ്പെക്ട്സ്, ഇപ്പോൾ ഓരോ വസ്തുക്കളും, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അലക്സ എന്ന് പറയുന്നത് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ നമ്മുടെ മെറ്റീരിയൽസുകൾ സമൂഹത്തിൽ നമ്മുടെ കൾച്ചറിനോട് ചേർന്ന് നിൽക്കുന്ന മെറ്റീരിയൽസിൻ്റെ എണ്ണം കൂടുന്നുണ്ട്. അതേപോലെ തന്നെ കോഗ്നിറ്റീവും നോമേറ്റീവും ഒപ്പം എത്തിയില്ലെങ്കിൽ അവിടെ ഒരു കൾച്ചറൽ ലാഗ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അവ തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. സോ ഇങ്ങനെ ഉണ്ടാവുന്നതിനെയാണ് എന്ത് പറയുന്നത്, കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ഇത് കൾച്ചർ ലാഗിലേക്ക് നയിക്കും എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കൾച്ചർ ആൻഡ് ഐഡൻറ്റിറ്റി എന്താന്ന് പറയണം. സോ വി ഡു നോട്ട് ഇൻഹെറിറ്റ് അവർ ഐഡൻറ്റിറ്റി ഫ്രം അവർ പാരൻസ്. നമുക്ക് നമ്മുടേതായ ഐഡൻറ്റിറ്റി നമുക്ക് പേരൻസിൽ നിന്നോ ആരിൽ നിന്നും കിട്ടുന്നതല്ല, നമ്മൾ ഉണ്ടാക്കുന്നതാണ്. വ്യക്തിത്വം എന്നുള്ളത് നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. സോ ഐഡൻറ്റിറ്റി ഈസ് ഫോംഡ് ബൈ ദി ഇൻഡിവിജ്വൽ ആൻഡ് ദ റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്. നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മൾ ആരാണ് എന്നുള്ള ബോധം ഉണ്ടാകുന്നപ്പോഴാണ്, നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും ഇടപഴകുമ്പോഴും അവർ തമ്മിലുള്ള ബന്ധം കീപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്താണെന്ന് തിരിച്ചറിയുന്നത്. ഓക്കെ, വി ഹാവ് ടു പ്ലേ അവർ ഓൺ റോൾസ് ഇൻ സൊസൈറ്റി. നമുക്ക് നമ്മുടേതായ ഒരു സ്ഥാനം അല്ലെങ്കിൽ ഒരു ദൗത്യം സമൂഹത്തിൽ എന്താണ് നടപ്പിലാക്കാനുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ എന്നുള്ളത് ഒരു ടീച്ചറായിട്ടാണ് എൻ്റെ റോള് കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും സ്റ്റുഡൻ്റ് എന്നുള്ള റോളാണ് ചെയ്യുന്നുള്ളത്. ഓക്കെ, ദീസ് ആർ ദി റോൾസ്. നിങ്ങൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ മകൻ എന്നുള്ള റോളായിരിക്കാം, ഞാൻ എത്തിക്കഴിഞ്ഞാൽ ഞാനൊരു മകൾ അല്ലെങ്കിൽ ഒരു സഹോദരി എന്നുള്ള റോളായിരിക്കാം ഞാൻ പ്ലേ ചെയ്യുന്നുണ്ടാവുക. സോ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇൻ ഫാമിലി ഇൻഡിവിജ്വൽ മേ ബി ഫാദർ ഓർ മദർ, സൺ ഓർ ഡോട്ടർ, അറ്റ് സ്കൂൾ എ ടീച്ചർ ഓർ സ്റ്റുഡൻറ്റ്. These different roles we play are accompanied by responsibilities and process. ഇതൊക്കെ നമ്മുടെ വ്യക്തിത്വമാണ് അല്ലേ. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ് ഇവിടെ ഒന്നും കൂടെ പറഞ്ഞിട്ടുള്ളത്. റോൾസ് ഹാവ് ടു ബി റെക്കഗ്നൈസ്ഡ് ത്രൂ ദ പെർട്ടിക്കുലർ കോഡ് ഓഫ് ലാംഗ്വേജ് ദൂസ് എമംഗ് റോൾ പ്ലേയേഴ്സ്. സ്റ്റുഡൻസ് ഇൻ സ്കൂൾ കോളേജസ് റെഫർ ടു their teacher or principal using a code language. This code language conveys different meanings. The same thing happens or women folk gather in riverside or ponds. They communicate among themselves using certain codes and expressions. ഇപ്പം നിങ്ങൾ കുട്ടികൾ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ സ്റ്റുഡൻസിൽ ഫ്രണ്ട്സ് സംസാരിക്കുന്നത് നിങ്ങളുടേതായ ഒരു ഭാഷയിലാണ്. നിങ്ങൾ എന്താണ് നിങ്ങളുടേതായ വാക്കുകൾ ക്രിയേറ്റ് ചെയ്ത് സിനിമ ഡയലോഗ്സ് ഒക്കെ യൂസ് ചെയ്ത്
നിങ്ങളൊരു ഫണ്ണി രീതിയിലായിരിക്കും സംസാരിക്കുന്നത്. സെയിം ടൈം നിങ്ങളൊരു ടീച്ചറോട് സംസാരിക്കും വേറൊരു കോഡാണ് യൂസ് ചെയ്യുന്നത് അല്ലേ, ഒഫീഷ്യലായിട്ട് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു അല്ലേ. സോ ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്ന സംസാര രീതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എന്താണ് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രത്യേക ഒരു കോഡ് രൂപത്തിലാണ് പറയുന്നത്. ചിലപ്പോൾ എൻ്റെ നോർമൽ ടോക്ക് ഇങ്ങനെ ആവണമെന്നില്ല. ഓക്കെ, സോ എവറിത്തിങ് ഈസ് കോഡ്, എല്ലാം കോഡുകളാണ്. ഓരോ കോഡ് ഭാഷയാണ് നമ്മൾ ഓരോ സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതായത് ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളുടെയും ടീച്ചറുടെയും വർത്തമാനം ആയിരിക്കില്ല ഇതേ കുട്ടികളും ഇതേ ടീച്ചറും ഒക്കെ ഒരു പുഴയുടെ തീരത്ത് തുണി അലക്കാൻ പോകുമ്പോൾ സംസാരിക്കുന്ന രീതി. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കൾച്ചർ ഹാവ് സെവറൽ സബ് കൾച്ചേഴ്സ് ലൈക്ക് കൾച്ചർ ഓഫ് യൂത്ത്, എലൈറ്റ് ക്ലാസ്, കൾച്ചർ ഓഫ് യൂത്ത് ആൻഡ് വർക്കിംഗ് ക്ലാസ്. അതായത് കൾച്ചർ തന്നെ, സംസ്കാരം എന്നുള്ളത് തന്നെ ഉപസംസ്കാരങ്ങളായിട്ട് നമുക്ക് മാറ്റാം, സബ് കൾച്ചേഴ്സ് ആയിട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കുട്ടികളുടെ ടീനേജേഴ്സിൻ്റെ ഒരു കൾച്ചർ, അതേ ഗ്രൂപ്പിലുള്ള ടീനേജേഴ്സിൻ്റെ സംസാരം, അതുപോലെ അതിലുള്ള അപ്പർ ക്ലാസ്സിൻ്റെ സംസ്കാരം, അതുപോലെ എന്താണ് വർക്കിംഗ് ക്ലാസ്സിൻ്റെ തൊഴിലാളി വിഭാഗത്തിൻ്റെ സംസ്കാരം, ഇതൊക്കെ എന്താണ് എല്ലാം ഒറ്റ ഒന്നിലാണ് വരുന്നതെങ്കിലും ദർ ആർ മെനി സബ് കൾച്ചേഴ്സ്. ഇപ്പം ഇന്ത്യ എന്നുള്ളതൊരു സംസ്കാരമായിട്ട് കരുതുകയാണെങ്കിൽ അതിൽ കേരള സംസ്കാരം, കേരളത്തെ സംസ്കാരത്തെ തന്നെ അതിൽ തീരപ്രദേശത്തുള്ളവരുടെ സംസ്കാരം, മലയോരത്തുള്ളവരുടെ സംസ്കാരം, ഇങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, ദീസ് ആർ ദി മെയിൻ തിങ്. These subcultures have their own style, taste, and association. They can be identified through their dress, the way of speak, to the type of music they love to listen to. The subculture groups have their own identity, and the members stand for their group. The young boys, usually in the neighborhood, gather together, form clubs for sports and arts activities. These positive activities provide them motivation to do better. One group is different from the another, thereby creating an identity through recognition of the people in the locality. ഇവിടെ എന്താ പറയുന്നത്, അതായത് നമ്മൾ എന്താണ് ഓരോ കൾച്ചറിലെയും ഈ സബ് കൾച്ചർ ഉണ്ടാവുന്നത് അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചാണ്. ഇപ്പം നമ്മൾ സ്കൂളിൽ നിന്നുള്ളൊരു കൾച്ചർ സെറ്റപ്പ് എടുക്കുക, സ്കൂളിൽ തന്നെ അവിടെ ടീച്ചേഴ്സിന് പ്രത്യേക അവരുടേതായ ഡിസ്കഷനും അവരുടേതായ ചിന്തകളും അവരുടേതായ ഒരു സംസ്കാരവും ബന്ധമായിരിക്കും ഫോം ചെയ്യേണ്ടത്. അതേ സ്കൂളിലുള്ള കുട്ടികളുടെ സ്റ്റുഡൻസിൻ്റെ ഒരു ക്ലാസ് റൂമിലെ കുട്ടികളുടേതും ആ ടോട്ടൽ സ്റ്റുഡൻസിൻ്റെയും, അതായത് ആ സ്കൂളിലെ മൊത്തം കുട്ടികളുടെയും ഒരു ക്ലാസ്സിലെ കുട്ടികളുടെയും സംസ്കാരം വ്യത്യസ്തമായിരിക്കും. അതിൽ തന്നെ സ്പോർട്സിനോട് താല്പര്യമുള്ള കുട്ടികൾ പ്രത്യേകമായിട്ടൊരു ഗ്രൂപ്പ് ഫോം ചെയ്ത് അവരതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യും. അതേപോലെ പെൺകുട്ടികളാണെങ്കിൽ എന്താണ് ചിത്രം വര, അതുപോലെ പാട്ട് പാടുക, ഇതിനൊക്കെ സെപ്പറേറ്റ് ക്ലബ്ബുകളൊക്കെ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടാവും. സോ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ പല ഗ്രൂപ്പുകൾ സമൂഹത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ എന്താണ്, ഇതേ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കേരള സംസ്കാരത്തിൽ തന്നെ എന്താണ് കേരളത്തിൽ പല പാർട്ടീസ് ഉണ്ട്. സോ പാർട്ടി ബേസിസിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാവാം, അതുപോലെ അവർക്ക് ഇഷ്ടപ്പെട്ട സംഗീതത്തോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ടാവാം, ഇങ്ങനെ പലതരത്തിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാവാം എന്നാണ് പറയുന്നത്. സോ കൾച്ചർ ആൻഡ് ഐഡൻറ്റിറ്റി വ്യത്യസ്തമാണ്. കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റ് പലതിനോടുള്ള ബന്ധങ്ങളിൽ നിന്നുമാണ് നമ്മളെന്താണെന്ന് തീരുമാനിക്കുന്നത്. മാത്രമല്ല ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഓരോ സമൂഹത്തിനും റോൾ പ്ലേ ചെയ്യുന്നുണ്ട്, ഓരോ റോളുകൾ പ്ലേ ചെയ്യുന്നുണ്ട്. ആ റോളിനനുസരിച്ചാണ് നമ്മുടെ ഐഡൻറ്റിറ്റി. ഓക്കെ, ദീസ് ആർ ദി മെയിൻ തിങ്സ്. അടുത്ത ടോപ്പിക്ക് എത്നോസെൻട്രിസം ആണ്, അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.